ചെവിയിലുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. ഇത്തരം പൂപ്പൽ അണുബാധയ്ക്ക് ഓട്ടോമൈക്കോസിസ് എന്ന് പറയുന്നു. ഏത് തരം ആൾക്കാരിലാണ് ഇതുണ്ടാവുന്നത്, എന്തൊക്കെ തരം ഫംഗസുകളാണ് ഇതുണ്ടാക്കുന്നത്, ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ, എങ്ങനെ നമുക്കിത് ട്രീറ്റ് ചെയ്യാം, ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെവിയിൽ എങ്ങനെയാണ് ഫംഗൽ അണുബാധ ഉണ്ടാവുന്നത്? നമ്മുടെ ഏറ്റവും പുറത്തുള്ള ചെവിയിൽ അഥവാ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ ഈർപ്പം കുറേയധികം നേരം നിലനിൽക്കുമ്പോഴാണ് ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുന്നത്. ഏതൊക്കെ തരം ആളുകളിലാണ് ഫംഗൽ ഇൻഫെക്ഷൻസും കൂടുതലായിട്ട് കാണാറ്? ഒന്ന്, ചെവിയുടെ ഉള്ളിൽ വെള്ളം കുറേ നേരം നിൽക്കുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നവർ, പ്രൊഫഷണൽ ഡൈവേഴ്സ്, സ്വിമ്മേഴ്സ്, കടലിൽ മുങ്ങി മീൻ പിടിക്കുന്നവര്, പിന്നെ കുറെ നേരം സാധാരണ ആൾക്കാർ തന്നെ സ്വിമ്മിംഗ് പൂളിൽ സമയം ചെലവഴിച്ചാലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കൂടുന്നു. അതേപോലെ തന്നെ ഡയബറ്റിസ് പോലുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അസുഖങ്ങളുള്ളവരിലും ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഇയർബഡ്സ് ഒരുപാട് നേരം ചെവിയിൽ വെക്കേണ്ടി വരുന്നവർ, ഈർപ്പം ഉള്ളിൽ നിന്ന് ഫംഗൽ അണുബാധയ്ക്ക് കാരണമായേക്കാം. മറ്റൊന്ന്, ചർമ്മരോഗങ്ങൾ, എക്സീമ, സോറിയാസിസ് തുടങ്ങിയവ ഉള്ളവരിലും ഫംഗൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഏതൊക്കെ തരം ഫംഗസുകളാണ് ചെവിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്? പ്രധാനമായും ആസ്പെർജില്ലസ് സ്പീഷീസും കാൻഡിഡ സ്പീഷീസും. കാൻഡിഡ അണുബാധയാണെങ്കിൽ ക്രീം കളറില് ഒരു കട്ട പിടിച്ച ക്രീമി ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. എന്നാൽ ആസ്പെർജില്ലസ് ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ബ്രെഡിലൊക്കെ പൂപ്പൽ വരുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ കറുത്ത കളറിലെ പൂപ്പൽ ചെവിയുടെ ഉള്ളിൽ കാണാം. രോഗി എങ്ങനെയാണ് ഫംഗൽ അണുബാധ ചെവിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലും, വേദന, ചെവിയിൽ നിന്ന് ഈ പറഞ്ഞ കളറിൽ നീലൊലിക്കൽ, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള സാധനം ഉപയോഗിച്ച് അത് എടുക്കാൻ ശ്രമിക്കരുത്. കോട്ടൺ ബഡ്സും മറ്റും ഉപയോഗിക്കുമ്പോൾ ചെവിയുടെ ഉള്ളിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ട് ഈ ഫംഗൽ ഡെബ്രി പൂർണ്ണമായും ചെവിയുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. നന്നായിട്ട് ചെവി ഒന്ന് സക്ഷൻ ചെയ്ത് ഈ ഫംഗൽ ഡെബ്രി ചെവിയിൽ നിന്ന് പോയാൽ തന്നെ ഒരു 90% രോഗം പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം. ബാക്കിയുള്ള ഫംഗൽ സ്പോർട്സിനെ ട്രീറ്റ് ചെയ്യാൻ ആന്റി ഫംഗൽ ഇയർ ഡ്രോപ്സ് ആണ് സാധാരണയായി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഈ ആന്റി ഫംഗൽ ഇയർ ഡ്രോപ്സുകൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് വരെ മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഇതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനും ഇനി വീണ്ടും വരാതിരിക്കാനും നമ്മൾ ഈ ഇയർ ഡ്രോപ്സ് ഒരു 14 ദിവസം മുതൽ 21 ദിവസം വരെ ഉപയോഗിക്കേണ്ടി വരും. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? സ്വിമ്മിംഗ് പൂളിൽ മറ്റും പോകുമ്പോൾ ചെവിയിൽ വെള്ളം കയറാതിരിക്കാനുള്ള ഇയർ പ്ലഗുകൾ ഉപയോഗിക്കാം. ചെവിയിൽ കുറെ നേരം ഇയർ ബഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നവരാണെങ്കിൽ അല്പനേരം ഓരോ മണിക്കൂർ ഇടവിട്ട് ഗ്യാപ്പ് കൊടുക്കാം. മറ്റൊന്ന്, ഡയബറ്റിസും മറ്റുമുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അസുഖങ്ങളുള്ളവർ ചെവിയിൽ പുറമേ നിന്നുള്ള സാധനങ്ങളിട്ട് ക്ലീൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെവിയിലെ ഓട്ടോമൈക്കോസിസിനെ പറ്റിയുള്ള ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.